അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ ആരെല്ലാമായിട്ടിക്കട് നോമ്പിടെ മുദ്ദു കൊടുക്കണായി. മുദ്ദും ചൊന്നെങ്കിൽ എന്തിനായിട്ടിക്കട് കൊടുക്കണായി, എത്രയായിട്ടിക്കട് കൊടുക്കണായി, ആറുകായിട്ടിക്കട് കൊടുക്കണായി, എപ്പായിട്ടിക്കട് കൊടുക്കണായി, ഈ എല്ലാ വിഷയമായിട്ടിക്കട് ഉണ്ട് നാ നിങ്ങൾ ഒട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്പത്ത് ആൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ അതിരെ ഇത്ര ആൽമാർക്ക് എത്തുപാട്ടിയങ്ങ അതിരെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ട് ദ്വാർക്കോ ചൊന്നങ്ങ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനത്തിങ്ങല്ല ബറക്കത്തിൽ അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ട്, എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ ചൊമ്മത്താൽമാർ കേട്ട് വിഷയമായിട്ടിക്കിടെ നോമ്പുടെ മുദ്ദുടെ സംബന്ധിച്ചിട്ട് ആരായിട്ടിക്കിടെ ഈ നോമ്പുടെ മുദ്ദു കൊടുക്കണായങ്ങ 6 വിഭാഗം ആൽമാരായിട്ടിക്കിടാറ് നോമ്പുടെ മുദ്ദു കൊടുക്കണായകണിക്കത്തെ ആൽമാർ. ഒന്നാമത്തേത് സുമറാവുടും ചുള്ളകണിക്കത്തെ യാതൊരു പ്രതീക്ഷയില്ലാത്ത സീക്ക് വന്ന ഗണിക്കത്തെ ആൽമാർ. അത് പിന്നെ കലാ വീട്ടുകോ സാധ്യമാവുടും ചുള്ളകണിക്കത്തെ ഒരു പ്രതീക്ഷയും അങ്ങയില്ല. അപ്പൊ അങ്ങനത്തെ ആൽമാർ അങ്ങ് ഓരോ നോമ്പും ഓരോ മുദ്ദു കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കിട്. അതേ സമയത്തിൽ സുമറാവുടും ചൊല്ല പ്രതീക്ഷ ഉള്ള ഗണിക്കത്തെ സീക്ക് വന്ന ഗണിക്കത്തെ ആൽമാർ. ഫോർ എക്സാമ്പിൾ ചൊല്ലേണ് കണ്ടെങ്കിൽ ഒരാൾ പണി വന്നിട്ട് നോമ്പുട്ടുത്തു എന്നേണ് കണ്ടെങ്കിൽ അയാൾ ആ നോമ്പ് കലാ വീട്ടൽ നിർബന്ധമായിട്ടിക്കിട്. പഠിച്ചുന്നത് ആ സുമറാവുടും ചൊല്ല ഗണിക്കത്തെ ഒരു പ്രതീക്ഷയുമില്ല, അങ്ങനെ മാരകമായ രോഗമായിട്ടിക്കിട് വന്നത്, അതുകൊണ്ട് അയാൾക്ക് നോമ്പിടിക്കവും സാധ്യമില്ല. ആ സമയത്തിൽ അയാൾ എന്താക്കണം ചൊന്നിട്ടുണ്ടെങ്കിൽ ഓരോ നോമ്പും മുദ്ദു കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കിടെ. രണ്ടാമത്തെ വിഭാഗം ചൊല്ലത് വയസ്സായിട്ട് നോമ്പിടിക്കൂല്ല, താക്കത്തില്ല, ആരോഗ്യമില്ല, ശക്തിയില്ലാത്ത ഗണിക്കത്തെ ഒരാൾ വയസ്സായിട്ട്. അപ്പം അങ്ങനത്തെ ആൾമാർ നോമ്പുക്ക് ബദലായിട്ട് ഓരോ നോമ്പും മുദ്ദു കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കട്. അതേപോലെ മൂന്നാമത്തത് ഒരു കർപ്പുഞ്ചിയായിട്ടുള്ള ഗണിക്കത്തെ ഒരു പെണ്ണിങ്ങ. ആ പെണ്ണിങ്ങ നോമ്പുട്ടത് ഭയത്തിലുള്ള കിടാവു എന്തെങ്കിലും തൊന്തര ആവിടാൻ ചൊല്ല ഗണിക്കത്തെ ഒരേ ഉദ്ദേശത്തിലായിട്ടിക്കട്. ആ സമയത്തിൽ ആ പെണ്ണിങ്ങ നോമ്പ് കലാ വീട്ടുമ്പത്തുകോ ഓരോ നോമ്പും മുദ്ദു കൊടുക്കൽ നിർബന്ധമായിട്ടിക്കട്. കലാ വീട്ടണം, അതിലൊട്ടി എന്താക്കണോ മുദ്ദും കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കട്. അതേ സമയത്ത് ആ കർപ്പുഞ്ചായിട്ടുള്ള പെണ്ണിങ്ങ അയിമകും അയിമയുടെ ബാത്തുള്ള കിടാകും തൊന്തനാവിടെ ഈ രണ്ട് ഉദ്ദേശം വെച്ചിട്ട് നോമ്പുട്ടിന്നെങ്കിൽ അവിടെ കലാ വീട്ടെങ്കിലും അയ്യാവും. അതല്ലെങ്കിൽ അയിമക മാത്രം എന്തെങ്കിലും തൊന്തര പണ്ണാൻ ചുള്ളിക്കത്തെ ഒരു ഉദ്ദേശത്തിൽ നോമ്പുട്ടിന്നെ കണ്ടെങ്കിലും അവിടെയും കലാ വീട്ടെങ്കിലും അയ്യാവും, മുദ്ദു കൊടുക്കുക അകത്തില്ല. അതേ ടൈമിലും ബാത്തുള്ള കിടാകു മാത്രം എന്തെങ്കിലും തൊന്തര പണ്ണാൻ ചുള്ളിക്കത്തെ ഉദ്ദേശത്തിൽ നോമ്പുട്ടിന്നെ കണ്ടെങ്കിൽ കലാ വീട്ടെങ്കും അയ്യാവല. പിന്നെ എന്തരാക്കണോ ആ മുദ്ദും കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കട്. അതേപോലെ നാലാമത്തത് ഒരു മുല കൊടുക്കുക ഗണിക്കത്തെ ഒരു ഉമ്മ. ആ ഉമ്മ അതേപോലെ കിടാവുക എന്തെങ്കിലും ഒരു തൊന്തര മണ്ണാണ്ട് പേടിച്ചിട്ട് നോമ്പുട്ടിന്നേന് കണ്ടെങ്കിൽ ആ നോമ്പും കലാ വീട്ടണോ, അതിലൊട്ടി എന്താക്കണോ മുദ്ദും കൊടുക്കൽ നിർബന്ധമായിട്ടിക്കട്. അതല്ലാണ്ട് കിടാവുകും അയിമകും തൊന്തര പണ്ട് അല്ലെങ്കിൽ അയിമക് മാത്രം തൊന്തര പണ്ടെന്ന് ചൊല്ലി എനിക്കത്തെ ഉദ്ദേശത്തിൽ നോമ്പുട്ടിന്നേന് കണ്ടെങ്കിൽ അവിടെ എന്താക്കണ്ട, മുദ്ദു കൊടുക്കണ്ട, കലാ വീട്ടൽ നിർബന്ധമായിട്ടിക്കട്. അഞ്ചാമത്തെ വിഭാഗം ചൊല്ലത് കാരണം ഇന്നിട്ടാ കാരണം ഇല്ലാട്ട ഒരാൾ നോമ്പുട്ടുത്തു എന്നേന് കണ്ടെങ്കിൽ ആ നോമ്പോ നെക്സ്റ്റത്തെ റമദാന ബണ്ട് ഇടയ്ക്ക് അയാൾ കലാ വീട്ടൽ കഡ്ഡായമായിട്ടിക്കട്, നിർബന്ധമായിട്ടിക്കട്. അങ്ങനെ ഒരാൾ ഈ നെക്സ്റ്റത്തെ റമദാന ബണ്ട് ഇടയ്ക്ക് എല്ലാ പിടിക്കുള്ള സൗകര്യം എന്നിട്ടും ആ നോമ്പ് കലാ വീട്ടില്ല. അയാൾ നെക്സ്റ്റത്തെ റമദാന് കഴിഞ്ഞിട്ട് അയാൾ ഈ നോമ്പിടെ കലാ വീട്ടേന് കണ്ടെങ്കിൽ അയാൾ കലാ വീട്ടിമയ്യാവല. പിന്നെ അതിരെ ഒട്ടിക അയാൾ ഒരു മുദ്ദു കൊടുക്കൽ നിർബന്ധമായിട്ടിക്കട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ പോലെ മുദ്ദു യാടായിട്ട് പോണ്ടു. ഫോർ എക്സാമ്പിൾ ഇനി 10 റമദാന് കഴിഞ്ഞു പോയി എന്നേന് കണ്ടെ 10 റമദാന് 10 വർഷം കഴിഞ്ഞിട്ട് അയാൾ ഈ നോമ്പ് കലാ വീട്ടിന് കണ്ടെങ്കിൽ ഒരു നോമ്പും എത്ര
10 മുദ്ദായിട്ടിക്കിടെയാണ് അവിടെ. അങ്ങനെ ഇപ്പം 30 നോമ്പിന്നേന് കണ്ടെങ്കിൽ ഓരോ നോമ്പും 10 പോലെ 30 എത്ര ആവണുണ്ട് നിങ്ങൾ കണക്കാക്കിയെങ്കിലും അയ്യാവും. ഈ രൂപത്തിലായിട്ടിക്കിടെ അയാൾ കളാവിട്ടണം. അതിലൊട്ടിಗೆ മുദ്ദ് കൊടുക്കലും നിർബന്ധമായിട്ടിക്കിടെ. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായകണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കിടെ. 6-മത്തേത് ഒരാളെ നോമ്പ് നിർബന്ധമായിട്ട് അയാളെ കളാവിട്ടാണ്ട് മരിച്ചു പോയേണ്ട കണ്ടെങ്കിൽ അയാളെ മുദ്ദ് കൊടുക്കണ എനിക്കത്തെ മസാലയായിട്ടിക്കടെ. ചില വിഷയത്തിൽ അവിടെ മുദ്ദ് കൊടുക്കൽ നിർബന്ധമായ കണിക്കത്തെ വിഷയങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ബേരമേന്നാണ് എന്താക്കടെ വിവരിക്കടെ. അപ്പോൾ ഈ ചൊന്ന കണിക്കത്തെ 6 വിഭാഗം ആൽമാറായിട്ടിക്കടെ എന്തിനു കൊടുക്കണായേ മുദ്ദ് കൊടുക്കണായത്. ഇനി എന്തായിട്ടിക്കടെ ഞങ്ങൾ മുദ്ദ് കൊടുക്കണായത്? ഞങ്ങളെ റായത്തിൽ സാധാരണമായിട്ട് ആഹാരത്തെ യൂസാക്കിട കണിക്കത്തെ അരിയായിട്ടിക്കടെ ഞങ്ങൾ കൊടുക്കണായത്. അരിക്ക് ബദലായിട്ട് ക്യാഷ് കൊടുത്തെങ്കിൽ കാശ് കൊടുത്തെങ്കിൽ മയ്യാവല. ഇനിയിപ്പോൾ എത്രയായിട്ടിക്കടെ മുദ്ദ് കൊടുക്കണായത്? ഈ മുദ്ദോന്ന് ചൊല്ലത് പണ്ടത്തെ കാലത്തിൽ അറബിങ്ങ യൂസാക്കി എനിക്കത്തെ ഒരു പാത്രയായിട്ടിക്കടെ. ഇൻ്റെ ഞങ്ങളെ ഭാഗത്തിൽ ഈ പാത്ര കിട്ടുക, അത് കിട്ടിയതിന് കണ്ടെങ്കിൽ അത് ഇട്ടിട്ട് കൊടുത്തെങ്കിലായിട്ട്. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കിലോഗ്രാം നോക്കോ പോകേണ്ടി കണ്ടെങ്കിൽ ഈ അരിയും ചൊല്ലത് പല നിലക്കുള്ള സൈസായിട്ടിക്കിടുള്ളൂ. ചില അരിങ്ങ തൂക്ക ദിന്ന യാറിക്കിട്, ദിന്ന കുറഞ്ഞ അരിക്കിട്. അപ്പോൾ ഏകദേശം 650 ഗ്രാമിടെ പിടിച്ചതിന് കണ്ടെങ്കിൽ ഏകദേശം ഒരു 800 ഗ്രാം തോല പല നിലക്കുള്ള അരി പല ടൈപ്പിലായിട്ടിക്കിട് ബണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്താക്കുക, ഒരു സൂക്ഷ്മത്തെ പേനായിട്ട് ഒരു 750 ഏകദേശം ഒരു 3/4 കിലോ അരി മുദ്ദായിട്ട് ഒരു മുദ്ദായിട്ട് ഞങ്ങൾ കൊടുക്കൊണ്ടായിട്ടിക്കിട്. അതേപോലെ മെയിൻ ആരകായിട്ടിക്കിട് ഞങ്ങൾ കൊടുക്കണായത് ഫക്കീർ മിസ്കീനുകായിട്ടിക്കിട് കൊടുക്കണായ. മുസ്ലിമായ ഫക്കീറും മിസ്കീൻ 2 വിഭാഗം മാത്രമായിട്ടിക്കിട്. ബാക്കി സക്കാത്ത് കൊടുക്കണ പോലെ 8 വിഭാഗം ഇല്ല. ഇവിടെ 2 വിഭാഗം മാത്രം. ഒന്ന് ഫക്കീർ, അതേപോലെ മിസ്കീൻ. ഇനിയിപ്പോൾ സ്ഥാപനം കൊടുത്തെങ്കിൽ യത്തീം കാണത്ത് കൊടുത്തെങ്കിൽ ഈ മുദ്ദ് കൊടുത്തത് ശരിയാവല. ഇങ്ങനെ കൈക്ക് അർഹതപ്പെട്ടിട്ടായിട്ടിക്കിട് ഞങ്ങൾ എന്താക്കണ ഈ മുദ്ദ് കൊടുക്കണായത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കിടെ. അതേപോലെ ഈ മുദ്ദുടെ വേറെ റായത്ത് ഞങ്ങൾ എന്താക്കുക സിഫ്റ്റാക്കാം. അവിടെ ഉള്ള ഫക്കീർ മിസ്കീനെ കൊടുക്കാമ. അങ്ങനെ നക്കൽ ചെയ്തേക്ക് തൊന്തര ഇല്ലാണ്ടായിട്ടിക്കിടെ. ഇനി എപ്പായിട്ടിക്കിടെ ഞങ്ങൾ ഈ മുദ്ദ് കൊടുക്കണായ ഓരോ 4 അണ്ടത്തെ 4 അണ്ടണ്ട് എന്താക്കുക ഈ മുദ്ദ് കൊടുക്കുക. അതല്ലെങ്കിൽ ലാസ്റ്റ് ഒട്ടാക്കി വെച്ചിട്ട് എന്താക്കുക ഒട്ടി കൊടുക്കടേക്കും തൊന്തരയില്ല. ഈ രൂപത്തിലായിട്ടിക്കിടെ മുദ്ദ് കൊടുക്കണായത്. ഇനിയിപ്പോൾ ഈ മുദ്ദ് കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഡൗട്ട് ഇന്നേണ് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് കേൾക്കൂ. അതുക്കുള്ള ഇൻഷാ അല്ലാഹ് ആൻസർ തൻ്റെതായിട്ടിക്കടെ ഏതായിട്ടും പടച്ച റബ്ബ് നാഫിയായ ഇൽമ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാ ഉദ്ദേശവും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റമളാൻ തിങ്കൾ ഗുണകരമായ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പഠിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.